പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മതിയായ ഭക്ഷണം കിട്ടാതെ ഗാസയിൽ 4 വയസ്സുകാരി മരിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു. പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 2023 ഇസ്രായേൽ ഗാസയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 76 കുട്ടികളെങ്കിലും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചതെന്നാണ് ഹമാസ് അടക്കം ആരോപിക്കുന്നത്. അതേസമയം എല്ലും തോലുമായ കുട്ടിയുടെ മൃതദേഹവും ചുമന്നു നിൽക്കുന്ന രക്ഷിതാവിന്റെ ചിത്രം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. റസാൻ അബു സഹർ എന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. അതുപോലെ മധ്യ ഗാസയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ദാരുണാന്ത്യം സംഭവിച്ചത്. ഗാസയിലെ ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുന്നത് ഹമാസ് ഭീകരവാദികൾ തന്നെയാണെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തുവരുന്നതും. എന്നാൽ എല്ലാ പഴിയും ഇസ്രായേലിന്റെ തലയിലേക്ക് മാത്രം കെട്ടിവെക്കാനും ഇവർ ശ്രമം നടത്തുന്നു. ഇതോടെ വലിയ സംഘർഷങ്ങളാണ് അവിടെ അരങ്ങേറുന്നതും. ഗാസയിൽ ഭക്ഷണവും അതുപോലെ തന്നെ പ്രോട്ടീനും ലഭിക്കാതെ നൂറുകണക്കിന് രോഗികൾ പട്ടിണി കൊണ്ട് ഉടൻ മരിക്കുന്ന സാഹചര്യമാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നതും. 60,000 പേർ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട് എന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സഹായ വിതരണം ശരിയായ വിധം തന്നെ നടക്കാത്തതിനെ തുടർന്ന് ഭക്ഷ്യക്ഷാമം രൂക്ഷമായ മുനമ്പിൽ അതുപോലെ തന്നെ ക്ഷീണവും തലക്കറക്കവും കൊണ്ട് അവശരായ രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ്. പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളെ കൂടാതെ തന്നെ 10 മുതിർന്നവരും മരിച്ചുവെന്നും പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മാർച്ച് തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ അധികൃതർ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഇവയിൽ ഭൂരിഭാഗവും സംഭവിച്ചത്. അതിനിടെ ഗാസയിലെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ ഒരു സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഭക്ഷണം തേടിയെത്തിയ 90 പാലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയെന്ന വാർത്തകളുണ്ട് പുറത്ത്. അതുപോലെ തന്നെ ഇസ്രായേലുമായുള്ള സ്കീം ക്രോസിയിലൂടെ തന്നെ വടക്കൻ ഗാസയിലെ സഹായ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു 90 പേരെ സൈന്യം വെടിവെച്ച് കൊന്നതും. തെക്കൻ ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെത്തിയ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവെപ്പിൽ കുറഞ്ഞത് 32 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഇതിനെ കൂട്ടക്കൊല എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല രാജ്യാന്തര മാധ്യമങ്ങളടക്കം ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. യുഎസിന്റെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണത്തിനായി എത്തിയവർക്ക് നേരെയായിരുന്നു വെടിവെപ്പ് നടന്നതും. മരിച്ചവരിൽ കൂടുതലും യുവാക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ പരിക്കേറ്റവരിൽ മിക്കവരുടെയും നില ഗുരുതരമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിഭാഗവും കുട്ടികളും കൗമാരക്കാരുമാണ് എന്നും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറഞ്ഞു. മിക്കവർക്കും നെഞ്ചിലും അതുപോലെ തന്നെ നെറ്റിയിലുമാണ് വെടിയേറ്റിരിക്കുന്നത്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ അക്രമരൂക്ഷിതമായതോടെ തന്നെ ജനങ്ങൾ അവിടേക്ക് എത്താൻ ഭയക്കുകയാണ് എന്നും ഇതുമൂലം തന്നെ ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലമുള്ള മരണങ്ങളും കൂടിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിനെതിരായ അടിയന്തരമായി തന്നെ രാജ്യാന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.